അപ്പോൾ നമുക്കിന്നൊരു ചെറിയൊരു ബോട്ടിലായിട്ട് ഉണ്ടാക്കാം. അതിന് ഞാൻ ആദ്യം എൻ്റെ കയ്യിലുള്ളൊരു ആക്രിലിക്കിൻ്റെ കാലിയായ ഒരു പെയിൻറ്റ് ബോക്സാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റിക്കറൊക്കെ എടുത്തൊന്ന് കളയാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു വൈറ്റ് ബേസ് കോട്ടാണ് അടിക്കുന്നത്. അത് കഴുകി എടുക്കാൻ കുറച്ച് പണിയുണ്ടായിരുന്നു, പക്ഷേ കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വൈറ്റ് ബേസ് കോട്ട് അടിച്ചു കൊടുത്തു. അത് കുറച്ച് ഡ്രൈ ആവാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായി. എന്നാലും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അത് ഒരു 10-15 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഡ്രൈ ആവാൻ. വൈറ്റ് കളർ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അടുത്തത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ പിങ്ക് ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പിങ്ക് കളറാക്കി എടുത്തത്. എന്നിട്ട് അത് മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുക്കുക. നമുക്ക് ആദ്യം കൊടുത്തപ്പോൾ കുറച്ച് ലൈറ്റായിട്ട് തോന്നി, അപ്പോൾ ഒന്നുകൂടെ ഞാൻ അതിലേക്ക് റെഡ് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്ന് അടിച്ചു കൊടുത്തതാണ്. എന്നിട്ട് അത് മൊത്തം കവർ ചെയ്ത് ബാക്കിലും ഇങ്ങനെ മൊത്തം കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ എൻ്റെ വിരലിലേക്ക് കുറച്ച് വൈറ്റ് കളറാക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഡിസൈനാണ് വിചാരിച്ച് എന്താവുക നോക്കാം. അപ്പോഴേക്കും കുളമായി. അപ്പോൾ ഞാൻ പിന്നെ ഫുള്ള് ബ്ലെൻഡാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കണമല്ലോ. എന്നിട്ട് എൻ്റെ കയ്യിലൊരു മെറൂൺ കളർ ഒരു ചരട് ഇരിപ്പുണ്ടായി. അപ്പോൾ അത് വെച്ചിട്ട് ഇതാക്കാൻ വെച്ചിട്ട് ആദ്യം ബോട്ടിലിൻ്റെ കഴുത്ത് ഭാഗത്തേക്ക് കുറച്ച് ഗ്ലൂ തേച്ച് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഈ ചരട് ഇങ്ങനെ ചുറ്റി കൊടുത്തു, ഒട്ടിച്ച് വെച്ച്. എന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് എനിക്കത്ര ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ പിന്നെ വൈറ്റും പിങ്കും എടുത്തിട്ട് ഒരു ഡിസൈൻ കൊടുത്തായിരുന്നു. അതും എനിക്കിഷ്ടമായില്ല. എന്നിട്ട് ഞാൻ മൊത്തത്തിൽ പിങ്ക് അടിച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ചൊരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ ഫ്ലവർ പോലെ ഒന്ന് മടക്കിയിട്ട്, അതായത് ഒരു ഇലയുടെ ഇത് എന്തൊക്കെയോ വരുന്ന പോലെ ഒരു മടക്കിയെടുത്ത്, എന്നിട്ട് അത് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ട് എന്തെങ്കിലും ആവുമോ നോക്കാൻ വെച്ചാൽ. അപ്പോഴേക്കും ആ കളർ എനിക്കിഷ്ടമായില്ല. അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ ഒന്നുകൂടെ റെഡാക്കിയത്, പിങ്ക് മാറ്റിയിട്ട് റെഡാക്കി ഒന്ന് ഡ്രൈ ആക്കാൻ വെച്ച്. ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഞാനൊരു ചെറിയൊരു പേപ്പറിൽ ഹാർട്ട് ഷേപ്പിൽ പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ട് അതൊന്ന് അതിലേക്ക് ടച്ച് ആക്കിയിട്ട് എങ്ങനെയാണ് വരിക നോക്കാൻ വെച്ച്. അതും കുളമായി കിട്ടി. അപ്പം പിന്നെ എൻ്റെ കയ്യിലേക്ക്, പക്ഷെ എനിക്ക് ആ കളർ കോംബോ ഇഷ്ടപ്പെട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്ത് ആ കളറ് എൻ്റെ കയ്യിലേക്ക് ആക്കിയിട്ട് അതിലൊരു ജസ്റ്റ് ഒന്ന് റെഡ് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു തീം അങ്ങോട്ട് ഉണ്ടാക്കി. എന്തോന്നും അറിയില്ല, എന്തോ അതിൽ ഇങ്ങനെ ഇതാക്കി വെച്ച്. അത് കഴിഞ്ഞിട്ട് താഴെ എന്തോ പോലെ ഒരു ബ്ലാങ്കായി കിടക്കണ പോലെ തോന്നുന്നതുകൊണ്ട് താഴെ ഒരു ബേസ് കോട്ട് പോലെ എന്തോ ഒന്ന് ഞാൻ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ ചെയ്ത് പോയി. എന്നിട്ട് മുകളിലോട്ട് നേരത്തെ ചെയ്ത പോലെ സെയിം പശ തേച്ചിട്ട് ചരട് ഇങ്ങനെ ചുറ്റി കൊടുത്തു. ചരട് ഇങ്ങനെ ചുറ്റുമ്പോഴത്തേക്ക് റെഡി ആവണില്ല, എന്താ പറഞ്ഞാൽ അലൈൻമെൻറ്റ് തെറ്റുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ചെയ്തെടുക്കാന്നുള്ള രീതിക്ക് ഞാൻ ഇങ്ങനെ ചെയ്ത് ഓക്കെ ആയി. എനിക്ക് കുഴപ്പമില്ലാത്ത രീതിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്.